ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ സീറ്റെറ്റ് ആപ്ലിക്കേഷൻ കൊടുക്കാൻ കഴിയാത്തവർക്കും അത് അറിയാത്തവർക്കും വേണ്ടിയിട്ടാണ്. മൊബൈലിലൂടെ തന്നെ എങ്ങനെയാണ് സീറ്റെറ്റിന് അപ്ലൈ ചെയ്യുന്നതെന്ന് കാണിച്ചു തരുന്ന ഒരു വീഡിയോ ആണിത്. സോ ഇത് അറിയാത്തവർക്ക് വേണ്ടി മാത്രമാണ് കേട്ടോ. സീറ്റെറ്റിൻ്റെ ബുള്ളറ്റിനിൽ പറഞ്ഞിട്ടുള്ള സൈസിലുള്ള നിങ്ങളുടെ ഫോട്ടോഗ്രാഫ് ആൻഡ് സിഗ്നേച്ചർ ഇത് രണ്ടും നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. നിങ്ങളുടെ ഫോണിലത് അവൈലബിൾ ആയിരിക്കണം. എങ്കിൽ മാത്രമേ ഫോണിൽ കൂടെ നമുക്ക് അപ്ലൈ ചെയ്യുമ്പം അത് ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്ലൈ ഫോർ സീറ്റെറ്റ് ഫെബ്രുവരി 2026 എന്നുള്ള ഈ സൈറ്റിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനൊരു ഇൻ്റർഫേസ് ഓപ്പൺ ആയി വരും. അതിൽ അപ്ലൈ ഫോർ സീറ്റെറ്റ് ഫെബ്രുവരി 2026 കൊടുത്തു കഴിയുമ്പം രജിസ്ട്രേഷനുള്ള പേജിലേക്ക് റീഡയറക്റ്റ് ചെയ്യപ്പെടുന്നതാണ്. ഇതാണ് അപ്ലൈ ഓൺലൈൻ. സ്റ്റെപ്സ് ടു അപ്ലൈ ഓൺലൈൻ. ഡൗൺലോഡ് ഇൻഫർമേഷൻ ബുള്ളറ്റിൻ. അത് ഓൾറെഡി നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. വെച്ചിട്ടില്ലെങ്കിൽ അത് വെച്ച് വായിച്ചതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യാൻ വരിക. അതിന് ശേഷം നിങ്ങളൊരു ന്യൂ യൂസർ ആണല്ലോ, അതുകൊണ്ട് രജിസ്റ്റർ, ന്യൂ രജിസ്ട്രേഷൻ അവിടെയാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അല്ല, നിങ്ങൾ നേരത്തെ രജിസ്റ്റർ ചെയ്തതാണെങ്കിൽ ലോഗിനിൽ ക്ലിക്ക് ചെയ്യണം. സോ നമ്മൾ ന്യൂ രജിസ്ട്രേഷനാണ് ക്ലിക്ക് ചെയ്യാൻ പോകുന്നത്. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനൊരു ഇൻ്റർഫേസ് ഓപ്പൺ ആയി വരും. ഡൗൺലോഡ് ഇൻഫർമേഷൻ ബുള്ളറ്റിൻ ഇവിടെയുണ്ട്, അത് വായിക്കാൻ വേണ്ടിയാണ്. പിന്നെ അവിടെ എഴുതിയിരിക്കുന്ന നമ്പർ ഇട്ടുള്ള 1 2 3 4 എല്ലാം നിങ്ങൾ വായിച്ച് നോക്കുക. എന്തൊക്കെ കാര്യങ്ങളാണ് ആവശ്യമുള്ളതെന്ന് അവിടെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ഫീ എത്രയാണെന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. ഫോട്ടോഗ്രാഫിൻ്റെ സൈസ് അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇത് സ്ക്രോൾ ചെയ്ത് താഴെ ഒരു ചെക്ക് ബോക്സ് ഉണ്ട്, അത് ടിക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ പ്രൊസീഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് പ്രൊസീഡ് ചെയ്യുക. ദെൻ കാൻഡിഡേറ്റ്സ് നെയിം, ഫാദേഴ്സ് നെയിം, മദേഴ്സ് നെയിം, ഡേറ്റ് ഓഫ് ബർത്ത് ഇതൊക്കെയാണ് അവിടെ ഫില്ല് ചെയ്യാനുള്ളത്. ഇതൊക്കെ തന്നെ, ഈ പർട്ടിക്കുലേഴ്സ് ഒക്കെ തന്നെ ഫില്ല് ചെയ്യുക. കറക്റ്റായിട്ട് ഫില്ല് ചെയ്യുക. അവിടെ എഴുതിയിട്ടുണ്ട് ക്ലാസ് 10th മാർക്ക് ഷീറ്റിൽ എങ്ങനെയാണോ അതുപോലെ വേണം ഫില്ല് ചെയ്യാൻ എന്നുള്ളത്. സോ അതേപോലെ തെറ്റിക്കാതെ ഒന്ന് ഫില്ല് ചെയ്യുക. ഡേറ്റ് ഓഫ് ബർത്ത് സെലക്ട് ചെയ്യുക. പിന്നെ ഏതെങ്കിലും ഒരു ID ചോദിക്കുന്നുണ്ട്, വോട്ടേഴ്സ് ID, പാസ്പോർട്ട് ഇതൊക്കെ ചോദിക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് ഏതാണ് കൊടുക്കാൻ പറ്റുന്നത് അത് സെലക്ട് ചെയ്യുക. അടുത്തതായിട്ട് നമ്മുടെ സ്റ്റേറ്റ് സെലക്ട് ചെയ്യേണ്ടതുണ്ട്. കേരള സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം നമ്മുടെ അഡ്രസ്സ് സെയിം ആസ് പ്രസൻറ്റ് അഡ്രസ്സ്, മുകളിൽ കൊടുത്ത അഡ്രസ്സ് സെയിം ആണ് നിങ്ങളുടെ ഇപ്പോഴത്തെ അഡ്രസ്സ് എങ്കിൽ ഈ ചെക്ക് ബോക്സ് ടിക്ക് ചെയ്യുക. അതിനുശേഷം പാസ്വേഡ് സെലക്ട് ചെയ്യുക. കൺഫേം പാസ്വേഡ്, വീണ്ടും ആ പാസ്വേഡ് ഒന്നുകൂടി എഴുതി കൊടുക്കുക. അതിനുശേഷം സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ ആൻഡ് സെക്യൂരിറ്റി ആൻസർ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഓർത്തിരിക്കാൻ പറ്റുന്ന ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്തിട്ട് കൊടുക്കുക. നെയിം ഓഫ് യുവർ ഫസ്റ്റ് സ്കൂളെന്നോ എന്തെങ്കിലും ഡേറ്റ് ഓഫ് ബർത്ത് അല്ല, പ്ലേസ് ഓഫ് ബർത്ത് ചോദിച്ചിട്ടുണ്ട്. എന്നിട്ട് ക്യാപ്ച കൊടുത്ത് ഇതുവരെ കൊടുത്ത ഡാറ്റ ഒന്നും തെറ്റല്ല എന്ന് ഉറപ്പ് വരുത്തുക. അതിനുശേഷം കുറേ ചെക്ക് ബോക്സ് കാണിക്കുന്നതാണ്. മൈ നെയിം, മൈ ഫാദേഴ്സ് നെയിം, മദർ നെയിം ഇതൊക്കെ കറക്റ്റാണെന്ന് കൊടുത്തതിന് ശേഷം ഐ എഗ്രി എന്നുള്ളത് കൊടുക്കുക. അടുത്ത സ്റ്റെപ്പ് മൊബൈൽ നമ്പർ വെരിഫിക്കേഷനാണ്, അതുകൂടി കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്ക് OTP വരും, അതിവിടെ ഫില്ല് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പ്രൊസീഡ് ചെയ്യുകയാണ്. അടുത്ത സ്റ്റെപ്പ് പ്രൊസീഡ് ചെയ്യുന്ന സമയത്ത് ഒന്ന് ലോഗ് ഔട്ട് ചെയ്തിട്ട് വീണ്ടും ലോഗിൻ ചെയ്യുക. ഞാൻ മൊബൈലിൽ നിന്ന് കൊടുക്കുന്നത് കൊണ്ട് ഒരു ബുദ്ധിമുട്ട് വന്നതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അല്ല, ഡയറക്റ്റ് കിട്ടുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ലോഗിൻ ചെയ്തതിന് ശേഷം നമുക്ക് അടുത്ത സ്റ്റെപ്സ് ചെയ്യാൻ പറ്റുന്നതാണ്. ലോഗിൻ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ട് കംപ്ലീറ്റ് ആപ്ലിക്കേഷൻ ഫോം. ഇനി അടുത്ത സ്റ്റെപ്പാണ് ചെയ്യേണ്ടത്. അതിൽ നമ്മുടെ കാറ്റഗറി ഒക്കെ ചോദിക്കുന്നുണ്ട്, അതൊക്കെ കൊടുക്കുക. നിങ്ങൾ OBC നോൺ ക്രീമി ലെയർ ആണെങ്കിൽ അത് കൊടുക്കുക. EWD കാറ്റഗറി ആണെങ്കിൽ അത് കൊടുക്കുക. പിന്നെ നിങ്ങൾ എംപ്ലോയിഡ് ആണോ നോട്ട് എംപ്ലോയിഡ് ആണോ അതർ ആണോ അത് കൊടുക്കുക. അങ്ങനെ ഒരു 3 ഓപ്ഷൻസ് അവിടെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഫില്ല് ചെയ്തതിന് ശേഷം അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുന്നതാണ്. ക്യാപ്ച കൊടുത്തതിന് ശേഷം സേവ് കൊടുക്കുക. അടുത്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പ്, തെറ്റിക്കാൻ സാധ്യതയുള്ള സ്റ്റെപ്പ്. അതായത് നമ്മൾ ഏത് കാറ്റഗറിയിലേക്കാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്ലൈ ഫോർ വിച്ച് കാറ്റഗറി, പേപ്പർ 1 ആണോ പേപ്പർ 2 ആണോ എന്ന് കൊടുക്കുക. അതായത് DLED TTC ഇവരൊക്കെ പേപ്പർ 1ഉം B.Ed ഉള്ളവർക്ക് പേപ്പർ 2ഉം. ഇനി അഥവാ 2 കാറ്റഗറി ഉണ്ടെങ്കിൽ അതും കൊടുക്കേണ്ട ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ നിങ്ങളുടെ ലാംഗ്വേജ് സെലക്ട് ചെയ്യുക. ഞാനിവിടെ ഫസ്റ്റ് ലാംഗ്വേജ് ഇംഗ്ലീഷ് കൊടുക്കുന്നു, സെക്കൻഡ് ലാംഗ്വേജ് മലയാളം കൊടുക്കുന്നു. ഈ ഒരു കാര്യം വളരെ ശ്രദ്ധിച്ച് മാത്രം ചെയ്യുക. ഇവിടെ തെറ്റിച്ച് കഴിഞ്ഞാൽ മാറ്റാനൊന്നും പറ്റില്ല. സോ പ്ലീസ് മേക്ക് ഷുവർ ദാറ്റ് യു ആർ ഗിവിങ് ഇറ്റ് കറക്റ്റ്ലി. അടുത്തത് ഒരു ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ്. അതായത് മിനിമം എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് ഫോർ കാറ്റഗറി 6 to 8 ആണ് ഞാൻ കൊടുത്തത്. അപ്പോൾ 1 to 5 ആണെങ്കിൽ അത് കൊടുക്കുക. അപ്പോൾ ഇവിടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ അതിൻ്റെ നേരെ
ഒരു ഐഡിയും കൊടുത്തിട്ടുണ്ട്. അതായത് 1, 2, 3 എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതിൻ്റെ ഇപ്പുറത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനതൊന്നുകൂടി കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. ഏത് കാറ്റഗറിയിലാണ് നിങ്ങൾ പെടുന്നത്. ഇപ്പോൾ ആദ്യം കൊടുത്തിരിക്കുന്നതാണെങ്കിൽ 1, രണ്ടാമത് കൊടുത്തിരിക്കുന്നതാണെങ്കിൽ 2. അതാണ് ആ നമ്പറാണ് അവിടെ എഴുതേണ്ടത്. സീനിയർ സെക്കൻഡറി ഇറ്റ്സ് ഈക്വലൻ്റ് വിത്ത് ഇപ്പം നിങ്ങൾക്ക് കാണുന്നില്ലേ 4 ഇയർ ആണെങ്കിൽ അവിടെ ഏത് നമ്പറാണോ അതിന് നേരെയുള്ളത് അതാണ് കൊടുക്കേണ്ടത്. പിന്നെ മാത്തമാറ്റിക്സ് ആണോ സോഷ്യൽ സയൻസ് ആണോ. സയൻസ് ടീച്ചേഴ്സ് മാത്സ് ടീച്ചേഴ്സും ഒക്കെ മാത്സ് ആണ്. ആർട്സ് വിഷയങ്ങളിലുള്ളവർക്ക് സോഷ്യൽ സയൻസ് സെലക്ട് ചെയ്യാം. ഇത് കണ്ടില്ലേ ക്വാളിഫിക്കേഷൻ ID. ഇതാണ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷന് നേരെ അവിടെ കൊടുക്കേണ്ടത്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അത് ശ്രദ്ധിച്ച് മാത്രം ചെയ്യുക. നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ഏതാണെന്ന് നോക്കിയിട്ട് ചെയ്യുക. കാരണം ഇപ്പോൾ BEd എടുക്കുന്നവരാണെങ്കിലും PG ചെയ്യുന്നവരാണെങ്കിലും അഥവാ ഡിഗ്രി ചെയ്യുന്നവരാണെങ്കിലും അതൊക്കെ നോക്കിയിട്ട് മാത്രം ചെയ്യുക. ഡിപ്ലോമ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് DLEd, TTC ഇതൊക്കെയാണ്. BEd ആണെങ്കിൽ ഡിഗ്രി. സോ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോവുകയാണ്. ഇവിടെ നിങ്ങളുടെ ക്വാളിഫയിങ് എക്സാംസിൻ്റെ മാർക്സ്, പെർസെൻറ്റേജ് ഇതൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. പാസ്ഡ് ആണെങ്കിൽ പാസ്ഡ്, അപ്പിയറിംഗ് ആണെങ്കിൽ അപ്പിയറിംഗ് കൊടുക്കുക. അതിനുശേഷം കോഴ്സിൻ്റെ നെയിം, സ്ട്രീം നെയിം ഇതൊക്കെ കൊടുക്കുക. പിന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പിൻകോഡ് കൊടുക്കുക. ദെൻ യൂണിവേഴ്സിറ്റി, ബോർഡ് ഏതാണോ ആപ്ലിക്കബിൾ അത് കൊടുക്കുക. ഇയർ ഓഫ് പാസിംഗ് തുടങ്ങിയ കുറച്ച് ഡീറ്റെയിൽസ് അവിടെ ഫില്ല് ചെയ്യാനുണ്ട്. സ്ട്രീം, റിസൾട്ടിൻ്റെ മോഡ് ഇതൊക്കെ കൊടുക്കുക. പെർസെൻറ്റേജ് ആണെങ്കിൽ അങ്ങനെ. ദെൻ നിങ്ങളുടെ കോളേജിൻ്റെ പേര് അവിടെ അടിച്ചു കൊടുക്കാൻ പറ്റുന്നതാണ്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. സിഗ്നേച്ചറും ഫോട്ടോയും അതുപോലെ അപ്ലോഡ് ചെയ്യുക. അതിനുശേഷം ഈ ചെക്ക് ബോക്സ് ഒക്കെ ക്ലിക്ക് ചെയ്ത് ഇമെയിൽ വെരിഫിക്കേഷനാണ് പിന്നെ ഒരു സ്റ്റെപ്പ്. ഇമെയിലിലേക്ക് OTP വരും. ആ OTP അവിടെ കൊടുക്കുക. അതിനുശേഷം സക്സസ് എന്ന് കാണിക്കും. അതിനുശേഷം ലാസ്റ്റ് സ്റ്റെപ്പാണ് പേയ്മെൻറ്റ് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഗൂഗിൾ പേ വഴിയോ എങ്ങനെ വേണമെങ്കിലും പേയ്മെൻറ്റ് ചെയ്യാം. സോ ഇതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ കൺഫർമേഷൻ പേജ് ഡൗൺലോഡ് ചെയ്യാൻ ആരും മറക്കരുത്. അതും കൂടി ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ CTETൻ്റെ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആയി. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൂടാതെ ഇതുപോലുള്ള വീഡിയോസ് കാണുവാൻ വേണ്ടി ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. താങ്ക് യു സോ മച്ച്.